ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഗണേശ് ചതുർത്ഥി ആയതുകൊണ്ട് നമ്മൾ ബാംഗ്ലൂരിലുള്ള ഗണേശ് ചതുർത്ഥി ആഘോഷിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഒന്ന് കാണാൻ വേണ്ടി പോവാണ്. ഇന്ന് ഇതായതുകൊണ്ട് തന്നെ ബാംഗ്ലൂർ കുറച്ച് ട്രാഫിക് കുറവുണ്ട്. ഇവിടെ എല്ലായിടത്തും നല്ലോണം ലൈറ്റ് കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. ഈ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബാംഗ്ലൂരുള്ള അയ്യപ്പസ്വാമി ടെമ്പിളാണ്. മടിപാളിലുള്ള അയ്യപ്പസ്വാമി ടെമ്പിളിൻ്റെ അടുത്തൂടെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ അടുത്തുള്ള ഒരു പാർക്കിൻ്റെ അടുത്താണ് നമുക്കൊരു ഫസ്റ്റ് നമ്മൾ പോകുന്ന ഗണേശ് ചതുർത്ഥിയുടെ പരിപാടി കാണാൻ വന്നിരിക്കുന്നത്. ഇവിടെ അത്യാവശ്യം തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാവരും നല്ല ടിക്ടോക്കിലൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ എല്ലാ ഫെസ്റ്റിവലിലും പ്രധാനമായിട്ട് കാണുന്നത് വാഴയില, അതുപോലെ തന്നെ മാവിൻ്റെ ഇല, പിന്നെ നിറയെ ഒറിജിനൽ ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇവർ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഞങ്ങൾ ഫസ്റ്റ് പോയിട്ടുള്ള ഗണേശ് ചതുർത്ഥീൻ്റെ കാര്യമായിരുന്നു. ഇനിയിപ്പം നമ്മൾ നമ്മുടെ റൂമിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അതിലേക്ക് പോകുമ്പോൾ ആ വഴിയിൽ ഒരു ഗണേശ് ചതുർത്ഥി ആഘോഷിക്കുന്നതും കൂടി കണ്ടു. ഇവിടെ നല്ല റഷ് കാര്യങ്ങളുണ്ട്. അവർ മാക്സിമം അത് എൻജോയ് ചെയ്യുന്നതും നമുക്കിതിൽ കാണാൻ പറ്റും. അതുകൂടാതെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഉറിയേട് പോലുള്ള ഒരു ഗെയിം ഇവിടെ കുട്ടികളെല്ലാവരും കൂടി കളിക്കുന്നത് കണ്ടു. ഇവർ ഈ ചെറിയൊരു സ്പേസിൽ നിന്നുകൊണ്ട് തന്നെ അവർ മാക്സിമം അത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള കുട്ടികളെല്ലാം ഇതിനു വേണ്ടി ഒരു 1 month മുന്നേ തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തിരുന്നു. പിന്നെ നൈറ്റ് ടൈമൊക്കെ ആയപ്പം ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ മേലെ നിന്ന് നോക്കിയപ്പം നല്ല രീതിയിലുള്ള ഒരു വെടിക്കെട്ട് പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ഞങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, നമ്മൾ നാട്ടിലെല്ലാം ഉള്ളൊരു ഫെസ്റ്റിവൽ പോലെ തന്നെയാണ് എനിക്ക് ഇവിടെയുള്ള ഫെസ്റ്റിവലൊക്കെ തോന്നി. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയൊക്കെയാണ് ഞങ്ങളിപ്പം ഗണേശ ചതുർത്ഥിയായിട്ട് പുറത്ത് പോയപ്പോൾ കണ്ടിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതുപോലുള്ള ബാക്കി വീഡിയോസ് ആയിട്ട് വരാം ഗായ്സ്. ഓക്കെ, ബൈ.